സഞ്ജയ് ഇപ്പോൾ സ്കൂളിന്റെ സ്വിമ്മിംഗ് ക്ലബിലൊക്കെ എത്തിയതിനു ശേഷം സാധനങ്ങളെല്ലാം തന്നെ എടുത്തോണ്ട് പോകുവാനൊക്കെ നോക്കുമ്പോഴത്തേക്കും അവനും സർജറിക്ക് ശേഷം എത്ര കഷ്ടപ്പെട്ടായിരുന്നു സ്വിമ്മിങ്ങിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ആലോചിച്ചു നോക്കുന്നു. അവനും ആ ഒരു റൂമിൽ ഇരുന്നു കൊണ്ട് ഒരുപാട് നേരം കരയുന്നു. ഞാൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും എനിക്ക് വിധീനെ മാറ്റുവാനായിട്ട് കഴിഞ്ഞില്ല. വിധിയും എന്നെ നോക്കി കളിയാക്കി ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോളും റൂമിലേക്കൊക്കെ എത്തുന്നു. സോളും അവൾക്ക് ട്രാഫിക് ആക്സിഡന്റ് ഒക്കെ സംഭവിച്ച ദിവസത്തെ ഡേറ്റില് അതൊക്കെ എഴുതി വെക്കുവാനായിട്ട് നോക്കുകയാണ്. പക്ഷെ അവൾ എഴുതും തോറും അതെല്ലാം തന്നെ മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് ഒരു കാര്യങ്ങളും മാറ്റുവാനായിട്ട് സാധിക്കുകയില്ല എങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ഇവിടെ എത്തിയതെന്നൊക്കെ സോളും ഓർക്കുകയാണ്. സഞ്ജയുടെ അച്ഛനും സ്കൂളിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും സഞ്ജയ്ക്ക് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് എല്ലാം തന്നെ അച്ഛനും മനസ്സിലാക്കുന്നു. സഞ്ജയനെ കാത്തു നിൽക്കുന്ന സോളാകട്ടെ ഇൻഹുക്കിനെ കാണുമ്പോഴത്തേക്കും ഇൻഹുക്കിന്റെ അടുത്തും ദേഷ്യപ്പെടുന്നു. നിന്റെ ഫാൻസ് ആണ് മോശമായിട്ടുള്ള ഓരോരോ റൂമേഴ്സ് ഒക്കെ പറഞ്ഞുകൊണ്ട് സഞ്ജയനെ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നത്. നിന്റെ ഫാൻസിൽ ഒരാളാകട്ടെ അവന് വിഷം കൊടുത്ത് അവനെ കൊല്ലുവാൻ പോലും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. നീ കാരണമാണ് സഞ്ജയ്ക്കും ഡിപ്രഷനൊക്കെ ഉണ്ടായതെന്നൊക്കെ സോളിന് പറയണമെന്നൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും സോളിന്റെ ഒന്നും പറയുവാൻ കഴിയുകയില്ലല്ലോ. ഇപ്പോൾ നീ സഞ്ജയനെ നന്നായി തന്നെ നോക്കണം. ഇല്ല എങ്കിൽ പിന്നീട് നിനക്ക് ഇതോർത്തിട്ട് ദുഃഖിക്കേണ്ടതായിട്ട് വരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോൾ ഇരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു ബോളും സോളിന്റെ മുഖത്തായിട്ടൊക്കെ വന്ന് കൊള്ളുന്നു. അങ്ങനെ അവൾ വീണ് കിടക്കുമ്പോഴത്തേക്കും ബോൾ കൊള്ളിച്ച ആളും അവരുടെ ടീമും കൂടി അവളുടെ അടുത്തേക്കും ഓടിച്ചെല്ലുന്നു. ഇതേ സന്ദർഭമൊക്കെ അവളും പണ്ട് നടന്നതായിട്ടൊക്കെ ഓർത്തു നോക്കുന്നു. പക്ഷെ അതേ ദിവസമായിരുന്നു അവളുടെ വീടിനൊക്കെ തീ പിടിച്ചു എന്ന കാര്യവും അവൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. അന്ന് അവളുടെ അമ്മയുടെ കൈക്കൊക്കെ പൊള്ളലേറ്റിട്ടുമുണ്ടായിരുന്നു. അതൊക്കെ ഓർക്കുന്ന അവളും ഇപ്പോൾ വീട്ടിലേക്കൊക്കെ പോകുവാനായിട്ട് നോക്കുകയാണ്. ചേട്ടനും ഇപ്പോൾ കുക്കിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കായിരുന്നു അമ്മയുടെ ഒരു കോളൊക്കെ ചേട്ടന് വരുന്നത്. അമ്മയുടെ അവിടുത്തെ ബിൽഡിങ്ങിലെ ഒരു ടോയ്ലറ്റ് ഒക്കെ ക്ലീൻ ചെയ്യുവാനായിട്ടായിരുന്നു അമ്മയും ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ചേട്ടനും മനസ്സിലാ മനസ്സോടെ ആണെങ്കിലും അതൊക്കെ സമ്മതിക്കുന്നു. അപ്പോഴാകട്ടെ ഗ്യാസ് ഒക്കെ ഓഫ് ആക്കുന്നതിന് പകരമായിട്ട് ചേട്ടനും ഗ്യാസ് ഒക്കെ നല്ല രീതിയിൽ തുറന്നു വിട്ടിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. സോളും ചേട്ടനെയൊക്കെ കോൾ ചെയ്യുന്നുണ്ടെങ്കിലും ചേട്ടന് ക്ലീനിങ്ങിന്റെ തിരക്കിലായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ചേട്ടനും ഫോൺ എടുക്കുന്നില്ല. ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ സോൾ നിൽക്കുമ്പോഴത്തേക്കുമാണ് അതുവഴി ടൈസൺ ഒക്കെ ബൈക്കിലും എത്തുന്നത്. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോകുവാനുണ്ട് എന്നൊക്കെ സോൾ പറയുമ്പോഴത്തേക്കും ടൈസൺ ആകട്ടെ ഞാൻ വളരെയധികം ബിസിയാണെന്നൊക്കെ പറഞ്ഞ് പോകുവാനും നോക്കുന്നു. പക്ഷെ സോളും അവന്റെ പിന്നാലെ ഓടിയിട്ട് എന്റെ വീടൊക്കെ ഇപ്പോൾ തീ പിടിച്ചിരിക്കുകയാണ് എന്ന് അറിയിക്കുകയാണ്. എന്നാൽ നീ ഫയർഫോഴ്സിനൊക്കെ കോൾ ചെയ്യുന്നൊക്കെ ടൈസങ് പറയുമ്പോഴത്തേക്കും ശരിക്കും തീ പിടിച്ചോ ഇല്ലയോ എന്ന സംശയം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്ന് വീട് വരെ എന്നെ കൊണ്ട് ആക്കാമോ എന്ന് അവളും ടൈസങ്ങിനോട് ചോദിക്കുന്നു. ടൈസങ്ങും അവളെയുമായിട്ട് ബൈക്കിൽ പോകുന്നതൊക്കെ ആ ഒരു ബുള്ളി ടീമും കാണുന്നു. ചേട്ടനും അടുപ്പിലെ സാധനമൊക്കെ വെച്ചിട്ട് ആയിരുന്നല്ലോ പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ആ ഒരു വീട്ടിലേക്ക് ഹിഞ്ചുവും എത്തുകയാണ്. സോളിനെ അന്വേഷിച്ചായിരുന്നു ഹിഞ്ചു എത്തിയതെങ്കിൽ പോലും ഇപ്പോൾ സോളിനെ കാണാതെ അവളും സോളിന് മെസ്സേജ് ഒക്കെ അയച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴേക്കും ടോയ്ലറ്റ് ഒക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്ന ചേട്ടനും ആ ഒരു റൂമിലേക്ക് എത്തുന്നു. പക്ഷെ ചേട്ടനെ കാണുമ്പോഴത്തേക്കും ഹിഞ്ചുവും ചേട്ടനെ കളിയാക്കിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അത് ചേട്ടനും ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. ഇനി സോളും ടൈസങ്ങും കൂടി വീടിന് മുമ്പിൽ എത്തുമ്പോഴത്തേക്കും വീട്ടിൽ നിന്നും പുകയൊക്കെ വരുന്നതും അവർ കാണുകയാണ്. എന്നെ നീ എപ്പോഴൊക്കെ കാണുന്നു അപ്പോഴൊക്കെ എന്നെ കളിയാക്കാറും കുറ്റപ്പെടുത്താറുമുണ്ട്. അതിനുള്ള കാരണമൊക്കെ എനിക്ക് അറിയണമെന്ന് ചേട്ടൻ പറയുമ്പോഴത്തേക്കും ഒരിക്കലാകട്ടെ ചേട്ടൻ മദ്യപിച്ചെത്തിയപ്പോഴത്തേക്കും അവളുടെ ഷൂസിലൊക്കെ ആയിരുന്നു ഛർദ്ദിച്ചിട്ടുണ്ടായിരുന്നത്. അവൾ അതിനെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും ചേട്ടനാകട്ടെ ആ ഒരു ഷൂസ് ഒക്കെ ക്ലീൻ ചെയ്ത് തന്നിട്ടുമുണ്ടായിരുന്നു എന്നൊക്കെ അറിയിക്കുന്നു. എനിക്ക് 5 ടൈപ്പ് ആൾക്കാരെയാണ് ഒട്ടും തന്നെ ഇഷ്ടമില്ലാത്തത്. ഒന്നാമത്തേത് വൃത്തിയില്ലാത്തവര്, രണ്ടാമത്തേത് മടിയന്മാര്, മൂന്നാമത്തേത് പ്രായം കൂടിയിട്ട് പോലും സ്വന്തം പ്രായത്തിനനുസരിച്ച് പെരുമാറാത്തവര്, നാലാമത്തേത് ഏറ്റവും പൊട്ട സ്വപ്നവുമായിട്ട് നടക്കുന്നവർ, അഞ്ചാമത്തേതാകട്ടെ ഇതെല്ലാം കൂടി കൂടിയിട്ടുള്ള നീ. ഈ 5 പേരെ എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമില്ല എന്നൊക്കെ ഹ്യുൻചുവും വളരെ ദേഷ്യത്തോടു കൂടി തന്നെ പറയുന്നു. എന്റെ സ്വപ്നത്തിന് എന്താണ് ഇത്രയ്ക്ക് കുഴപ്പമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചേട്ടൻ തിരിച്ചു ദേഷ്യപ്പെടുമ്പോഴത്തേക്കും കോളേജിലെ ട്യൂഷൻ ഫീസ് അടയ്ക്കുവാനായിട്ട് നിനക്ക് തന്ന പൈസയും കൊണ്ടല്ലേ നീ ആക്ടിംഗ് ക്ലാസ്സിനൊക്കെ പോയിട്ട് പണം അടച്ചിട്ടുണ്ടായിരുന്നത്. ഞാനും ഇതെല്ലാം തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും നിന്റെ ആക്ടിങ് ഒന്നിനും കൊള്ളത്തില്ലായിരുന്നു എന്നൊക്കെ ഹ്യുൻചുവും അവനോട് പറയുന്നു. സോളും ടൈസങ്ങും കൂടി ചേർന്നിട്ട് ഇപ്പോൾ വീടിന്റെ അകത്തേക്കൊക്കെ കയറുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മാത്രമായിരുന്നു ഹ്യുൻചുനും എന്തോ ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലായത്. പക്ഷെ ചേട്ടനാകട്ടെ അതെന്റെ ഹൃദയം കത്തുന്നതിന്റെ മണമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. പക്ഷെ ഒരുപാട് പുകയൊക്കെ വലിച്ചു കയറ്റിയിട്ടുണ്ടായിരുന്ന ഹ്യുൻചുന് ബോധം പോയി കഴിയുമ്പോഴത്തേക്കുമാണ് ചേട്ടനും വീടൊക്കെ നിന്ന് കത്തുന്ന കാഴ്ച കണ്ടിട്ടുമുണ്ടായിരുന്നത്. എന്തായാലും ഹ്യുൻചുനെ രക്ഷിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ ചേട്ടനും ഹ്യുൻചുനെയും എടുത്തുകൊണ്ട് വെളിയിലേക്ക് പോകുന്നു. ഈ ഒരു സമയത്ത് അകത്ത് കയറിയിട്ടുണ്ടായിരുന്ന സോളും ടൈസങ്ങും കൂടി ചേർന്നിട്ട് ആ ഒരു തീയൊക്കെ കെടുത്തുവാനായിട്ടും ശ്രമിക്കുന്നു. ടൈസങ് ആകട്ടെ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഒക്കെ വെച്ചിട്ട് തീയും അണയ്ക്കുന്നു. ബോധമൊക്കെ പോയിട്ടുണ്ടായിരുന്ന ഹ്യുൻചുവിന് കുറച്ച് കൃത്രിമ ശ്വാസമൊക്കെ നൽകാമെന്ന് വിചാരിച്ചുകൊണ്ട് ചേട്ടൻ ശ്രമിക്കുമ്പോഴത്തേക്കും കണ്ണു തുറക്കുന്ന ഹ്യുൻചുവും ചേട്ടന്റെ ഒറ്റ ഇടിയൊക്കെ ഇടിക്കുകയാണ്. ആ ഒറ്റ ഇടിയിലാകട്ടെ ചേട്ടന്റെ ഫ്രണ്ട് പോലെ തന്നെ പോകുന്നു.
എല്ലാത്തെയും അണച്ചതിന് ശേഷം സോൾ ഇരിക്കുമ്പോഴത്തേക്കും അമ്മയും അവിടേക്ക് വരികയാണ്. അമ്മയുടെ കയ്യിൽ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അമ്മയുടെ കൈ പൊള്ളുന്നതൊക്കെ തനിക്ക് തടയുവാനായിട്ട് സാധിച്ചു എന്ന വിശ്വാസത്തിൽ സോളും ഇരിക്കുന്നു. എല്ലാത്തിനും നിന്നോട് ഒരുപാട് നന്ദിയുണ്ട്. എന്റെ വിധി തന്നെയാണ് നീ മാറ്റിയതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോളും ടൈസങ്ങിന്റെ അടുത്ത് നന്ദി പറയുന്നു. സോളിന്റെ മുഖത്ത് കുറച്ച് കരയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. ടൈസങ്ങും അത് കളയുവാനായിട്ടൊക്കെ അവളോട് പറയുമ്പോഴത്തേക്കും അവളും അതൊക്കെ കളയുന്നതിന് പകരമായിട്ട് കൂടുതലൊക്കെ ആക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ടൈസങ്ങും ഇപ്പോൾ അവളെ കാണുവാൻ സുന്ദരിയായിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കും സോളാകട്ടെ നീ ഏത് ഗേൾസിനെ കണ്ടാലും ഇങ്ങനെയല്ലേ പറയാറുള്ളതെന്നൊക്കെ അവനോടും ചോദിക്കുന്നു. അച്ഛനും ഇൻഹയുടെ വീട്ടിൽ നിന്നും സഞ്ജയനെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു. അവർ ഒന്നിച്ചിരുന്ന് സംസാരിക്കുമ്പോഴത്തേക്കും നിനക്ക് എന്തെങ്കിലും വേദനയൊക്കെ ഉണ്ടെങ്കിൽ നീ അത് എന്നോട് വേണം തുറന്ന് പറയുവാൻ. ഇത്രയും വലിയ പ്രശ്നമൊക്കെ നീ എന്തുകൊണ്ടാണ് എന്നോട് പറയാതിരുന്നത്? ഞാൻ അത്രയ്ക്ക് മോശപ്പെട്ട ഒരു അച്ഛനാണോ എന്നൊക്കെ അച്ഛനും സഞ്ജയോട് ചോദിക്കുന്നു. നിനക്ക് തോളിനൊക്കെ വല്ലാത്ത വേദനയുണ്ടോ? എന്തായാലും നീ വിഷമിക്കേണ്ട കാര്യമില്ല. നമുക്ക് എത്രയും വേഗം ഡോക്ടറിനെയൊക്കെ ചെന്ന് കാണാം. ഉടനെ തന്നെ സർജറിയുടെ ഡേറ്റും ഫിക്സ് ചെയ്യാം. അങ്ങനെ നിന്റെ തോളിന്റെ വേദനയും മാറിക്കോളും. കുറെ കാലം നമുക്ക് റെസ്റ്റും എടുക്കാം. എല്ലാ പ്രശ്നങ്ങളും മാറിക്കോളും എന്നൊക്കെ അച്ഛനും പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കുകയാണ്. അച്ഛനും അവനെ തല്ലിയിട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അച്ഛനും ഇപ്പോൾ അവന്റെ മുഖത്ത് വല്ല പാടുമുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് കരയുകയാണ്. പിന്നെ നിന്റെ മുറിയിൽ നിന്നും എനിക്ക് വീഡിയോ ടേപ്പൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് ആരാണ് അതുപോലത്തെ വീഡിയോ ടേപ്പൊക്കെ കാണുന്നത്? എന്തായാലും ഫൈൻ സഹിതം ഞാനും അതൊക്കെ തിരിച്ചടച്ചിട്ടുണ്ടായിരുന്നു എന്നെല്ലാം തന്നെ അച്ഛൻ പറയുമ്പോഴത്തേക്കും ഞാനും ആ വീഡിയോ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ സഞ്ജയും അച്ഛനോട് പറയുകയാണ്. സഞ്ജയുടെ തോളിന്റെ 90% ഇപ്പോൾ ഗുരുതരാവസ്ഥയിലേക്കാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവന്റെ കരിയറൊക്കെ തിരിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുമെന്ന വിശ്വാസമൊന്നും ഡോക്ടേഴ്സിനില്ല. അതൊക്കെ ഓർക്കുമ്പോഴത്തേക്കും അച്ഛനും ആകെ വിഷമിക്കുന്നു. സോളും റൂമിന് വെളിയിൽ നിന്നുകൊണ്ട് ഇതെല്ലാം തന്നെ കേൾക്കുന്നുണ്ടായിരുന്നു. സോളും അവിടെ ഇരുന്ന് കരയുന്നതൊക്കെ കാണുന്ന സഞ്ജയ് ആകട്ടെ ഞാൻ കരഞ്ഞതിനേക്കാളും കൂടുതലായിട്ടൊക്കെ ഇവൾ എന്തിനാണ് കരയുന്നതെന്നൊക്കെ സംശയിക്കുന്നു. സോളും ഇൻഹയുടെ കയ്യില് ഫുഡും മിഠായും എല്ലാം തന്നെ നൽകിയിരിക്കുകയാണ്. പിന്നീടാകട്ടെ ഹോസ്പിറ്റലിലുണ്ടായിരുന്ന സഞ്ജയും അവൾ വരുന്നതൊക്കെ കാത്തു നിൽക്കുവാനും തുടങ്ങി. കുറെ നേരത്തിന് ശേഷം സഞ്ജയും റൂമിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്കും സോളും വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അവന്റെ ഫാനാണെന്നൊക്കെ പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള ആൾക്കാർക്കും ഓരോരോ സാധനങ്ങളൊക്കെ നൽകിയിട്ടാണ് അവൾ പോയതും. ഇപ്പോൾ സഞ്ജയിനെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തിരിക്കുന്നു. സോളും അവന് കഴിക്കുവാനായിട്ട് ചിക്കനൊക്കെ നൽകുകയാണ്. ഇതെന്റെ മുത്തശ്ശി ഉണ്ടാക്കിയതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അച്ഛനും സഞ്ജയ്ക്കും കൂടി കഴിക്കുവാനായിട്ടൊക്കെ സോളും കൊണ്ടുപോയി കൊടുക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ മുത്തശ്ശി പോലും അറിയാതെ ആയിരുന്നു 3 ചിക്കൻ ഉണ്ടാക്കിയതിൽ നിന്നും 2 ചിക്കനൊക്കെ അച്ഛനും സഞ്ജയ്ക്കുമായിട്ട് അവൾ എടുത്തുകൊണ്ട് പോയിട്ടുമുണ്ടായിരുന്നത്. അവളും ചിക്കനൊക്കെ കൊണ്ടുവന്ന് തന്നതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് അച്ഛനും ഇപ്പോൾ അവൾക്ക് തിരിച്ച് ഒരു സിറപ്പൊക്കെ നൽകുകയാണ്. ചൂടുള്ള സമയത്ത് കുറെ വെള്ളവും കൂട്ടി ഇച്ചിരി കുടിച്ചാൽ മതി. നിന്റെ ബോഡിയൊക്കെ നല്ല ചില്ലായിട്ട് ഇരുന്നോളും എന്നൊക്കെ അച്ഛൻ പറഞ്ഞിട്ടാണ് അവൾക്കത് നൽകുന്നത്. പക്ഷെ അവളാകട്ടെ ഒറ്റയിരുപ്പിന് അതൊക്കെ കുടിച്ചു തീർക്കുന്നു. ഇതെല്ലാം തന്നെ കുടിച്ചിട്ട് ആകെ ചൂടെടുക്കുന്ന അവളും ജനലൊക്കെ തുറക്കുമ്പോഴത്തേക്കുമാണ് സഞ്ജയം വെളിയിലൂടെ പോകുന്നതൊക്കെ അവളും കാണുന്നത്. സഞ്ജയ് സ്വിമ്മിംഗ് പൂളിന്റെ അടുത്തായിട്ടൊക്കെ നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്നൊരു ശബ്ദവും അവൻ കേൾക്കുന്നു. അവനും ശബ്ദം കേൾക്കുന്നിടത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവിടെ സോൾ ഉണ്ടായിരുന്നു. അവളുടെ നിൽപ്പും ഭാവവും ഒക്കെ കാണുമ്പോൾ തന്നെ നീ മദ്യപിച്ചിട്ടുണ്ടോ എന്നൊക്കെ അവനും ചോദിക്കുകയാണ്. നിന്റെ അച്ഛൻ നൽകിയ സിറപ്പ് മാത്രമേ ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ സോൾ പറയുമ്പോഴത്തേക്കും അച്ഛനും മദ്യമൊക്കെ വെച്ചിട്ടാണ് ആ സിറപ്പ് ഉണ്ടാക്കിയതെന്ന കാര്യമൊക്കെ അവനും അവളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നു. നേരെ നിൽക്കുവാൻ പോലും കഴിയാത്ത സോളിനെയും സഞ്ജയ് ഇപ്പോൾ ഒരിടത്തൊക്കെ ഇരുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നീ മൊത്തത്തിൽ ഡൗൺ ആയിട്ടൊക്കെ ഇരിക്കുന്നില്ലേ? അങ്ങനെ ഇരിക്കെ നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ പെർഫെക്ഷൻ ആയിട്ടൊക്കെ തോന്നും. നിന്റെ കഴിവുകളൊക്കെ ബബിൾസ് പോലെയാണ്, അൺബിലീവബിൾ ആണെന്നൊക്കെ അവളും പറയുകയാണ്. അവനും നീ ഇതുപോലത്തെ കാര്യങ്ങളൊന്നും എന്റെ അടുത്ത് പറയരുത്, എനിക്കതൊന്നും ഇഷ്ടമില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നീ എന്തുകൊണ്ടാണ് വളരെയധികം സിങ് ആയിട്ടിരിക്കുന്നത്, അമേസിങ് എന്ന് അവൾ പറയുമ്പോഴത്തേക്കും അവന് ശരിക്കും ചിരിയൊക്കെ വരുന്നു. എങ്കിലും അവൻ അതൊക്കെ കൺട്രോൾ ചെയ്ത് ഇതൊന്നും കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടും ഇരിക്കുന്നു. എന്റെ കോമഡി കേട്ടിട്ട് നിനക്ക് ചിരി വരുന്നില്ലെങ്കിൽ നമുക്ക് കുറച്ച് മ്യൂസിക് ഒക്കെ കേട്ടാലോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സോളും കയ്യിലുണ്ടായിരുന്ന മ്യൂസിക് പ്ലെയർ ഒക്കെ അവന് നൽകുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഒന്നിച്ചിരുന്ന് പാട്ടും കേൾക്കുന്നു. അവനും ഒരുപാട് തവണ ഫാൻസിന് വേണ്ടി പാടിക്കൊടുത്തൊരു പാട്ടാണ് അവർ കേൾക്കുന്നത്. സോളൊന്ന് ഉറക്കം തൂങ്ങി വീഴുമ്പോഴത്തേക്കും സഞ്ജയും അവന്റെ തോളിലായിട്ടൊക്കെ അവളുടെ തലയും വെച്ചു കൊടുക്കുന്നു. അവൾ ഇരുന്ന സൈഡിലെ തോളിന് വേദന ഇല്ലാത്തത് കൊണ്ട് തന്നെ അവനും സന്തോഷമായിരുന്നു തോന്നിയത്. പിന്നീട് അവൾ കുറച്ചുകൂടി അവന്റെ അടുത്തേക്കൊക്കെ ചേർന്നിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ അവനും എണീക്കുന്നു. തൊട്ടു മുമ്പിൽ സഞ്ജയനെ കാണുമ്പോഴത്തേക്കും അവളാകട്ടെ ഇപ്പോൾ പാസ്റ്റിലാണ് ഉള്ളതെന്ന കാര്യം പോലും ഓർക്കാതെ നേരെ അവന്റെ അടുത്തേക്കൊക്കെ ഓടി ചെല്ലുകയാണ്. ഇതിനിടയ്ക്ക് നിലത്ത് കിടന്ന മ്യൂസിക് പ്ലെയറും റെക്കോർഡൊക്കെ ആകുന്നു. നീ എന്താ പരസ്യത്തിൽ നിന്ന് നേരിട്ട് വന്നതാണോ? ഇപ്പോഴുള്ള നീ ആകട്ടെ അനങ്ങുന്ന സംസാരിക്കുന്നു ഒക്കെ ഉണ്ടല്ലോ എന്നൊക്കെയാണ് സോളും സഞ്ജയോട് പറയുന്നത്. പിന്നീട് അവൾ വീഴുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും സഞ്ജയും അവളെ പിടിക്കുന്നു. ഈ ഒരു സമയത്താകട്ടെ സഞ്ജയും അവളെ ഇഷ്ടമാണെന്നൊക്കെ അവളോട് പറയുമ്പോഴത്തേക്കും നീ എപ്പോഴും ഇതുപോലെ ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കണം.
ഞാൻ എപ്പോഴും നിന്റെ ഒപ്പം തന്നെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നിനക്ക് മോശ സമയം വരുന്ന സമയത്ത് പോലും നീ ഒരിക്കലും ദുഃഖിക്കേണ്ടതായിട്ടോ പേടിക്കേണ്ടതായിട്ടോ വരികയില്ല. നീ കുറച്ചു കാലം കൂടി ജീവിച്ചിരിക്കേണ്ടതായിട്ടുണ്ടെന്നൊക്കെ സോൾ അവനോട് പറയുമ്പോഴത്തേക്കും അവനും അവളെ കിസ് ചെയ്യുന്നു. സോളും രാവിലെ ബസ്സിലൊക്കെ കയറി പോകുന്ന സമയത്താകട്ടെ സൺഷയ്ക്ക് ആ ഒരു ബസ്സൊക്കെ മിസ്സായിട്ടുണ്ടായിരുന്നു. ഇനി സോളിന്റെ കാര്യം പറയുകയാണെങ്കിൽ സോളും സൺജയും ഒന്നിച്ചിരുന്ന് പാട്ട് കേട്ടു എന്നതല്ലാതെ അന്ന് നടന്ന മറ്റൊരു കാര്യങ്ങളെ കുറിച്ചും അവൾക്ക് ഓർമ്മയുമില്ല. നേരത്തെ ആകട്ടെ അവളുടെ കാലൊക്കെ തട്ടിയിട്ട് വോയിസ് റെക്കോർഡ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സോളും സൺജയും കൂടി സംസാരിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ സോളും കേൾക്കുകയാണ്. ടൈസങ്ങിനെ കാണുവാനായിട്ട് ഗാഹ്യോണും എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നീയും സോളും കൂടി ഒന്നിച്ച് ബൈക്കിലൊക്കെ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്നേ വരെ നീ എന്നെ പോലും ബൈക്കിലൊന്നും കയറ്റിയിട്ടില്ലല്ലോ. നിങ്ങൾ ഡേറ്റ് വല്ലതും ചെയ്യുകയാണോ എന്നൊക്കെ ഗാഹ്യോൺ ടൈസങ്ങിന്റെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും അതെന്താ എനിക്ക് അവളെ ഡേറ്റ് ചെയ്തോടെ എന്നൊക്കെ ടൈസങ് തിരിച്ചു ചോദിക്കുകയാണ്. നീ അവളെ പോലെ ഒരാളേക്ക് എന്തിനാണ് ഡേറ്റ് ചെയ്യുന്നതെന്ന് ഗാഹ്യോൺ ചോദിക്കുമ്പോഴത്തേക്കും ആയിരുന്നു അതുവഴിയെ സോളും വരുന്നതൊക്കെ അവൻ കാണുന്നത്. അങ്ങനെ ഇരിക്കെ അടുത്ത ബസ്സിൽ വന്നിട്ടുണ്ടായിരുന്ന സൺഷൈം ഇപ്പോൾ സോളിനെയൊക്കെ കാണിക്കുകയാണ്. എന്നാൽ സോളിന്റെ ഒപ്പം ഒന്നിച്ചു പോകാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അവനും സോളിന്റെ അടുത്തേക്കൊക്കെ നടക്കുവാൻ നോക്കുമ്പോഴത്തേക്കും അവിടേക്ക് ടൈസങ്ങും എത്തുന്നു. ടൈസങ്ങിനെ കാണുന്നത് കൊണ്ട് തന്നെ അവളും ചെവിയിലുണ്ടായിരുന്ന ഇയർഫോണൊക്കെ മാറ്റുകയാണ്. പക്ഷെ ആ ഒരു സമയത്തായിരുന്നു സൺഷൈ ഇഷ്ടമാണെന്നൊക്കെ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നതും പ്ലേ ആകുന്നത്. പക്ഷെ അവൾ അത് മാറ്റിയത് കൊണ്ട് തന്നെ അവൾക്ക് അതൊന്നും തന്നെ കേൾക്കുവാനും കഴിയുന്നില്ല. എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നമുക്ക് ഡേറ്റ് ചെയ്താലോ എന്നൊക്കെ ടൈസങ് സോളിന്റെ അടുത്ത് നിന്ന് ചോദിക്കുന്നു. പക്ഷെ അപ്പോഴായിരുന്നു വാച്ചില് പെട്ടെന്ന് ലൈറ്റൊക്കെ കത്തിയതിനു ശേഷം അവളും ടൈം ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ടൈമിലേക്കൊക്കെ തിരിച്ചു പോകുന്നത്. അതായത് ഇപ്പോൾ അവൾ ഉള്ളത് 2023-ലാണ്. അതേസമയം ഇപ്പോൾ കാണിക്കുന്നത് 19 വയസ്സുള്ള സോളിനെയാണ്. സോളിന്റെ അടുത്ത് ടൈസങ് ഇഷ്ടമൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും സൺഷയ്ക്ക് ദേഷ്യമൊക്കെ വന്നിട്ട് അവനെ ഇടിക്കുവാനായിട്ടൊക്കെ തുടങ്ങുന്നുണ്ട്. എങ്കിൽ പോലും സോളും അവനെ ഇഷ്ടമാണെന്ന് തിരിച്ചു മറുപടിയൊക്കെ നൽകി കഴിയുമ്പോഴത്തേക്കും സൺഷയ്ക്കും എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ നിൽക്കുന്നു. ഇനി 2023-ലുള്ള സോളാകട്ടെ ഇപ്പോഴും കാലിന് സ്വാധീനമില്ലാതെ നിൽക്കുകയും സൺജയ് മരിച്ചു എന്ന കാര്യം മനസ്സിലാക്കുകയും ചെയ്യുകയാണ്. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.